നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു അടിപൊളി വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനൊരു ക്യാച്ചി തംബ്നെയിൽ കൊടുക്കുന്നു, ഒരു പെർഫെക്റ്റ് ടൈറ്റിൽ നിങ്ങൾ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ആ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് 0 വ്യൂസ്, 0 എൻഗേജ്മെൻറ്റ്, വീഡിയോ കംപ്ലീറ്റ്ലി ഡെഡ്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റെന്ന് പറയുന്നത് മാക്സിമം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു തെറ്റ് തന്നെയാണ്. നോക്ക്, ഇവിടെ യൂട്യൂബിൽ പല ആളുകളും ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. മാക്സിമം പുതിയ യൂട്യൂബേഴ്സും ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണിത്. കേട്ട് കഴിഞ്ഞാൽ ചെറിയ തെറ്റുകളാണ്, പക്ഷേ ഇത് യൂട്യൂബ് അൽഗോരിതത്തിൽ അയക്കുന്ന വളരെ വലിയ റോങ് സിഗ്നൽ ആയിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് നിന്നു പോവുകയും നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ തെറ്റുകൾ മനസ്സിലാക്കി അതിനെ തിരുത്തി നിങ്ങൾ വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത അപ്ലോഡ് മുതൽ നിങ്ങളുടെ വ്യൂസ് അവിടെ നിൽക്കത്തില്ല, നിങ്ങളുടെ വ്യൂസ് മുന്നോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സെക്കൻഡ് ലാസ്റ്റ് മിസ്റ്റേക്ക്, അത് സാധാരണ ഈ മോണിറ്റൈസ് ആയ ചാനലുകൾ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതാണെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് ലാസ്റ്റ് മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യാതിരിക്കുക. പക്ഷേ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ തെറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇതെന്ന് പറയുന്നത് മാക്സിമം പുതിയ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു തെറ്റ് തന്നെയാണ്. അതാണ് തെറ്റായ കാറ്റഗറി സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിക്കും, കാറ്റഗറി ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാനാ? വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഉണ്ടാകും, വ്യത്യാസം ഉണ്ടാകും, വലിയ വ്യത്യാസം തന്നെ ഉണ്ടാകും. കാരണം ഈ കാറ്റഗറിയാണ് യൂട്യൂബ് അൽഗോരിതത്തിനോട് പറയുന്നത് നമ്മളുടെ ഈ വീഡിയോ ഏത് കാറ്റഗറിയിലുള്ള ഓഡിയൻസിനെയാണ് കാണിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ഈ വീഡിയോ കോമഡി വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ കാണിക്കണോ, അതോ ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ കാണിക്കണോ, അതോ കിച്ചൺ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ കാണിക്കണോ? ഈ ഒരു ഇൻഫർമേഷൻ ഈ യൂട്യൂബ് അൽഗോരിതത്തിന് കൊടുക്കുന്നത് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാറ്റഗറി തെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം നമ്മുടെ ഈ വീഡിയോ റോങ് ഓഡിയൻസിനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മുടെ ഈ വീഡിയോ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുള്ള വീഡിയോ അല്ല. അപ്പോൾ അവർ ഈ തംബ്നെയിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ അത് മനസ്സിലാവും, അവരിതിനെ ക്ലിക്ക് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങളുടെ CTR ഇവിടെ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകും. അതുപോലെ തന്നെ ആരെങ്കിലും അബദ്ധത്തിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ പോലും അവർ ക്ലിക്ക് ചെയ്ത് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഇത് ഞാൻ അബദ്ധത്തിൽ ക്ലിക്ക് ചെയ്ത് പോയതാണ്, ഇതെനിക്ക് വേണ്ടുന്ന വീഡിയോ അല്ല. അവർ ഉടൻ തന്നെ ഇതിനെ സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷനും ഡൗൺ ആയി പോകും. അപ്പോൾ നിങ്ങളുടെ CTRഉം ഓഡിയൻസ് റിട്ടൻഷനും ഇവിടെ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം പിന്നീട് നിങ്ങളുടെ ഈ വീഡിയോ മുന്നോട്ട് അയക്കത്തേയില്ല. ഓൾറെഡി നിങ്ങളിവിടെ തെറ്റായ കാറ്റഗറിയാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. യൂട്യൂബ് അൽഗോരിതം മുന്നോട്ട് അയച്ചാലും ഈ തെറ്റായ ഓഡിയൻസിലേക്ക് അയക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ CTRഉം ഓഡിയൻസ് റിട്ടൻഷനും കൂടി കുറഞ്ഞു പോയതുകൊണ്ട് ഈ തെറ്റായ ഓഡിയൻസിലേക്ക് പോലും പിന്നീട് യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോ അയക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീസ് ആയി പോകും. അതുകൊണ്ട് ഈ കറക്റ്റായ കാറ്റഗറി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരുത്തുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് കറക്റ്റായിട്ടുള്ള കാറ്റഗറി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത്, നിങ്ങൾ ചെയ്യുന്ന കുറേ തെറ്റുകൾ ഒരേ സ്ഥലത്തു നിന്നാണ് തുടങ്ങുന്നത്. അതാണ് നിങ്ങളുടെ ഈ വീഡിയോയുടെ മെറ്റഡേറ്റ എന്ന് പറയുന്നത്. അതായത് ഈ മെറ്റഡേറ്റയാണ് നിങ്ങളുടെ യൂട്യൂബിനോടും അതുപോലെ ഗൂഗിളിനോടും പറയുന്നത് നിങ്ങളുടെ ഈ വീഡിയോ ഏത് ടോപ്പിക്കിനെ കുറിച്ചുള്ളതാണെന്ന്. അതുകൊണ്ട് ഈ മെറ്റഡേറ്റ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഈ മെറ്റഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റില്, ഡിസ്ക്രിപ്ഷന്, അതുപോലെ ടാഗ്സ്, ഈ മൂന്നും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ മെറ്റഡേറ്റ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളുമാണ് യൂട്യൂബിനോട് പറയുന്നത് നിങ്ങളുടെ ഈ വീഡിയോ ഏത് ടോപ്പിക്കിനെ കുറിച്ചുള്ളതാണ്, അതുപോലെ ഏത് ടൈപ്പിലുള്ള ഓഡിയൻസിലേക്കാണ് നിങ്ങളുടെ ഈ വീഡിയോ എത്തിക്കേണ്ടത്. നിങ്ങളിൽ പലരുടെയും വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ അതിൽ ടൈറ്റിൽ പോലും കൊടുക്കാറില്ല. ടൈറ്റിലിൻ്റെ ആ ഭാഗത്ത് എന്നാണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അന്നത്തെ ഡേറ്റ് ആയിരിക്കും കിടക്കുന്നത്. ചിലർ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാരി വലിച്ച് ഹാഷ്ടാഗ്സ് ആയിരിക്കും കൊടുത്തു വെച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോ എങ്ങും എത്തത്തില്ല. അപ്പോൾ നിങ്ങളിവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗ്സും നിങ്ങൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുകയാണ്, നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ടൈറ്റിലിൽ നിങ്ങൾ കൊടുക്കുക ഹൗ ടു കുക്ക് നാടൻ ചിക്കൻ കറി. എന്നിട്ട് ഈ ടൈറ്റിലിനെ അതേപോലെ കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിലിന് മലയാളത്തിലും കൊടുക്കാവുന്നതാണ്, നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ വേറൊരു രീതിയിൽ ഫ്രെയിം ചെയ്ത് കൊടുക്കാം, ഹൗ ടു കുക്ക് കേരള സ്റ്റൈൽ ചിക്കൻ കറി. ഈ രീതിയിൽ നിങ്ങൾ എന്താണോ ഈ ടൈറ്റിൽ ഉള്ളത് അതിനെ പല രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഹാഷ്ടാഗ്സ് നിങ്ങൾ കൊടുക്കുക.
വലിയ പ്രയോജനമൊന്നുമില്ല, എങ്കിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള കുറച്ച് ഹാഷ്ടാഗ്സും നിങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേ സംഭവം തന്നെ നിങ്ങൾക്ക് ടാഗ്സിലും കൊടുക്കാവുന്നതാണ്. അതായത് ഹൗ ടു കുക്ക് നാടൻ ചിക്കൻ കറി, ഹൗ ടു കുക്ക് കേരള സ്റ്റൈൽ ചിക്കൻ കറി, ചിക്കൻ കറി ഉണ്ടാക്കുന്ന രീതി, ഈ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് 5-6 ടാഗ്സും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ പ്രോപ്പർലി നിങ്ങൾ മെറ്റഡേറ്റ റെഡിയാക്കുകയാണെങ്കിൽ, നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ചുള്ള മെറ്റഡേറ്റ ആണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് എത്തിച്ചിരിക്കും. ഇനി മൂന്നാമത്തേത് നിങ്ങളിൽ പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷനാണ്. അതാണ് ടാഗ് സ്മിത്ത്. ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ മെറ്റഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടൈറ്റില്, ഡിസ്ക്രിപ്ഷന്, അതുപോലെ ടാഗ്സും വരുന്നുണ്ട്. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ യൂട്യൂബും പറയുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടുന്നതിന് ടാഗ്സിന് വളരെ മിനിമം റോളേ ഉള്ളൂ എന്ന്. പക്ഷേ മിനിമം റോൾ ഉണ്ടല്ലോ. ഈ മിനിമം റോളിനെ നമ്മൾ പ്രോപ്പർലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിനനുസരിച്ചുള്ള വ്യൂസ് കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ തെറ്റായിട്ടുള്ള ടാഗ്സ് കൊടുത്ത് വെറുതെ പണി മേടിച്ച് വെക്കരുതെന്നാണ്. നിങ്ങൾ ആ വീഡിയോ കറക്റ്റായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ഈ മിനിമം റോളിനെ പ്രോപ്പർലി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ടാഗ്സിൽ നിങ്ങൾ ഫണ്ണി വീഡിയോസ്, ട്രെൻഡിങ് വീഡിയോസ്, വൈറൽ വീഡിയോസ്, ഈ രീതിയിലുള്ള ടാഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാഗ്സും നിങ്ങളുടെ വീഡിയോ കണ്ടന്റുമായിട്ട് ഒരു മാച്ചുമില്ല. ഇത് കംപ്ലീറ്റ്ലി മിസ്മാച്ചാണ്. യൂട്യൂബ് തന്നെ ഇവിടെ കൺഫ്യൂസ് ആയി പോകും. അപ്പോൾ ഈ ടാഗ്സിനനുസരിച്ച് ഓരോ വ്യൂസും യൂട്യൂബ് നിങ്ങൾക്ക് തരത്തില്ല. പക്ഷേ നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതുപോലെ ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ടാഗ്സിൽ നിങ്ങൾ ഹൗ ടു കുക്ക് നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ കേരള സ്റ്റൈൽ ചിക്കൻ കറി, ഈ രീതിയിൽ പ്രോപ്പർലി നിങ്ങൾ ടാഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാഗ്സും നിങ്ങളുടെ വീഡിയോ കണ്ടന്റുമായിട്ട് കംപ്ലീറ്റ്ലി മാച്ചാണ്. യൂട്യൂബ് ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തിച്ചിരിക്കും. അതായത് യൂട്യൂബിൽ ആരെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ സെർച്ച് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ ടാഗ്സിനനുസരിച്ച് തന്നെ നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് എത്തിച്ചിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ടാഗ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കുക. ഇവിടെ മിനിമം റോൾ ഉണ്ട്, നോ റോൾ എന്നല്ല യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഈ മിനിമം റോളിനെ നമ്മൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ തെറ്റായ ഒരു ടാഗ്സും കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ വീഡിയോയുടെ കണ്ടന്റിനനുസരിച്ചുള്ള ശരിയായ രീതിയിലുള്ള ടാഗ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാഗ്സിനനുസരിച്ചും നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കും. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളിൽ പലരും സ്കിപ്പ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഓ ഇത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനുള്ളിൽ എനിക്ക് പറയാനുണ്ട്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന മെയ്ഡ് ഫോർ കിഡ്സിൻ്റെ ഓപ്ഷൻ. ഇവിടെ 2 ഓപ്ഷൻസ് ആണ് ഈ ഓഡിയൻസിൽ കാണിക്കുന്നത്. ഒന്ന് മെയ്ഡ് ഫോർ കിഡ്സ്, 2 നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ്. ഇവിടെ മെയ്ഡ് ഫോർ കിഡ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോ കുട്ടികളിലേക്ക് മാത്രമേ അയക്കുകയുള്ളൂ, മുതിർന്നവരിലേക്ക് അയക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ വ്യൂസ് ഇവിടെ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനും യൂട്യൂബ് ഓഫ് ചെയ്ത് കളയും. അതുപോലെ തന്നെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ എല്ലാവരിലേക്കും അയക്കും. നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ വ്യൂസ് കിട്ടുകയും ചെയ്യും. ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില പുതിയ യൂട്യൂബേഴ്സ് അവർക്ക് അറിയാത്തത് കൊണ്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മെയ്ഡ് ഫോർ കിഡ്സിൽ ക്ലിക്ക് ചെയ്ത് അങ്ങ് വിടും. പക്ഷേ അത് എല്ലാവരും കാണേണ്ട വീഡിയോ ആയിരിക്കാം. ഈ ഒരു സംഭവം കൊണ്ട് അവരുടെ ആ വീഡിയോയുടെ റീച്ച് തന്നെ അങ്ങ് കുറഞ്ഞു പോകും. അവർക്ക് വളരെ കുറച്ച് വ്യൂസേ അവിടെ കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിൽ പലരുടെയും ചാനൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഈ 2 ഓപ്ഷന് സെലക്ട് ചെയ്യാതെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് ഇവിടെ കൺഫ്യൂസ് ആയി പോകും. യൂട്യൂബ് ഈ സമയത്ത് ഇവിടെ ഒരു സേഫ് സൈഡ് എടുക്കും. യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോയുടെ റീച്ചേ അങ്ങ് കുറച്ച് കളയും. നിങ്ങൾക്ക് ശരിക്കും എത്രമാത്രം റീച്ച് ആയിരുന്നു കിട്ടേണ്ടത് ആ റീച്ചിൻ്റെ പകുതി പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. മുതിർന്നവർ കാണേണ്ട വീഡിയോ ആണെങ്കിൽ ഇവിടെ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വ്യൂസ് ഇവിടെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾ മാത്രമുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കുക. കാരണം അല്ലാതെ നിങ്ങൾ തെറ്റിച്ച് അത് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് പലർക്കും പണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പണി കിട്ടരുതെന്നുണ്ടെങ്കിൽ കുട്ടികൾ മാത്രമുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങളത് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കുക. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു തെറ്റാണിത്. അതായത് നിങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളതിനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ പല റെസൊല്യൂഷൻസിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്.
അതായത് 360p 720p 1080p 4K ഇങ്ങനെ പല റെസൊല്യൂഷൻസിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും യൂട്യൂബ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാൻ നിങ്ങളുടെ ഈ വീഡിയോയുടെ ലെങ്തിനനുസരിച്ച് സമയമെടുത്തെന്ന് വരാം. ഇപ്പം നല്ല ലെങ്തി വീഡിയോ ഒക്കെ ആണെങ്കിൽ നന്നായി സമയമെടുത്തായിരിക്കും ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നത്. പക്ഷേ നിങ്ങളിവിടെ ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ ഇതിനെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ബാഡ് ക്വാളിറ്റി വീഡിയോ ആയിരിക്കും നിങ്ങളുടെ ഈ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഇവിടെ നിങ്ങളുടെ ആ വീഡിയോയുടെ ടോപ്പിക്കും നിങ്ങളുടെ അവതരണവും എല്ലാ കാര്യങ്ങളും വളരെ നല്ലത് തന്നെ ആയിരിക്കാം. പക്ഷേ അതിനെ പെട്ടെന്ന് ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ബാഡ് ക്വാളിറ്റി വീഡിയോ ആയിരിക്കും ഈ ഓഡിയൻസിലേക്ക് എത്തുന്നത്. ഈ ബാഡ് ക്വാളിറ്റി വീഡിയോ നിങ്ങളുടെ ഈ ഓഡിയൻസിന് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് റിട്ടൻഷൻ ഇവിടെ കുറഞ്ഞു പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ഈ വീഡിയോയെ കൂടുതൽ ആളുകളിലേക്ക് അയക്കത്തില്ല. നിങ്ങളുടെ വ്യൂസ് തന്നെ ഇവിടെ കുറഞ്ഞു പോകും. അതുകൊണ്ട് ഈ ഒരു തെറ്റ് നിങ്ങളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തുക. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങളിതിനെ പബ്ലിഷ് ചെയ്യാവൂ. ഇനി അടുത്തത് മോണിറ്റൈസ് ആയ ചാനലുള്ള പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ആഡ്സ് ട്രാപ്പ്. അതായത് മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പല ആളുകളും ഈ ഒരു തെറ്റ് ഉറപ്പായി ചെയ്യാറുണ്ട്. അതായത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മോണിറ്റൈസ് ആയ ചാനലാണെങ്കിൽ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ അതിൻ്റെ എവിടെയൊക്കെയാണ് പരസ്യം വരേണ്ടത് ആ ആഡ്സ് ബ്രേക്ക് നമുക്ക് തന്നെ സ്വയം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് അവിടെ തരുന്നുണ്ട്. പക്ഷേ പല ആളുകളും സ്വയം സെറ്റ് ചെയ്ത് കൊടുക്കാതെ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി കൊടുത്തോട്ട് ആ ഒരു ഓപ്ഷൻ കൊടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, യൂട്യൂബിന് എന്താണ് പ്രശ്നം? നിങ്ങളുടെ വീഡിയോയുടെ എവിടെയാണ് പരസ്യം വരുന്നത്. അതുകൊണ്ട് യൂട്യൂബിന് ഒരു കുഴപ്പവുമില്ല. യൂട്യൂബിന് എവിടെയൊക്കെ തോന്നുന്നോ അവിടെയൊക്കെ പരസ്യം കൊണ്ട് തരും. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ പരസ്യം വരുന്നതെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഈ ഓഡിയൻസിൽ പല ആളുകളും അവർക്ക് ദേഷ്യം വന്നെന്ന് വരാം, അവർക്ക് ബോറടിച്ചെന്ന് വരാം, അവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു പരിപാടി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കുക. ആ ഗ്രാഫിൽ ഏതെങ്കിലും പർട്ടിക്കുലർ പോയിന്റ് താഴേക്കായിരിക്കും വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസ് റിട്ടൻഷൻ കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ മുന്നോട്ടുള്ള റീച്ചിനെ ഇത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതാണെങ്കിൽ നിങ്ങൾ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം എവിടെയൊക്കെയാണ് ആഡ്സ് ബ്രേക്ക് വരേണ്ടത് നിങ്ങളത് സ്വയം സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് കണ്ട് കേട്ട് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ പറയുന്ന ഒരു സെൻറ്റൻസ് അതിൻ്റെ ഇടയിലായിട്ട് കയറ്റി പരസ്യം കൊടുക്കരുതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ കൊടുക്കാതെ മറ്റു പാർട്ടുകളിലൊക്കെ പരസ്യം കൊടുത്ത് കറക്റ്റായിട്ട് ഈ ആഡ്സ് ബ്രേക്ക് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ യൂട്യൂബിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിന് തോന്നുന്നിടത്തൊക്കെ പരസ്യം കൊണ്ടിടും. ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് വാച്ച് ടൈം ബട്ടൺ. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാവും. അതായത് യൂട്യൂബ് ഒരു ചാനലിന് ഗ്രോത്ത് നൽകാനായി ഓവറോൾ നോക്കുന്നത് ആ ചാനലിലെ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസിനെ നിങ്ങൾക്ക് എത്ര നേരം മാക്സിമം യൂട്യൂബിൽ തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നു. ഈ ഒരു കാര്യമാണ് യൂട്യൂബ് നോക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസിനെ നിങ്ങൾക്ക് മാക്സിമം യൂട്യൂബിൽ തന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ ആ ഓഡിയൻസ് നിങ്ങളുടെ മറ്റു വീഡിയോസും കണ്ടിരിക്കണം. അപ്പം നിങ്ങളുടെ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസ് മറ്റു വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ നിങ്ങളൊരു പ്ലേലിസ്റ്റിലിട്ട് നിങ്ങളുടെ മറ്റു വീഡിയോസൊക്കെ സെയിം ടോപ്പിക്കിലുള്ള മറ്റു വീഡിയോസൊക്കെ ആ പ്ലേലിസ്റ്റിനുള്ളിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിനെ അതിൻ്റെ ടോപ്പിക്കിനനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീഡിയോ ഒരു ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്ലേലിസ്റ്റിലുള്ള മറ്റു വീഡിയോസും ആ ഓഡിയൻസിനെ യൂട്യൂബ് കാണിക്കും. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ആ വീഡിയോസും കാണും. ഇങ്ങനെ നിങ്ങൾക്ക് ഓഡിയൻസിനെ കൂടുതൽ നേരം നിങ്ങളുടെ ചാനലിലും അതുപോലെ യൂട്യൂബിലും പിടിച്ചു നിർത്താൻ പറ്റും. ഇത് നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും ഈ ക്രിയേറ്ററിന് ഈ ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ യൂട്യൂബ് നിങ്ങളുടെ ചാനലിന് കൂടുതൽ റീച്ച് തരും. അപ്പോൾ ഇതുവരെ നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസിനെ ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ടോപ്പിക്സിനനുസരിച്ച് നിങ്ങളുടെ ഈ വീഡിയോസിനെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് മുന്നോട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പിക്കിനനുസരിച്ച് ഈ ഏത് പ്ലേലിസ്റ്റിലാണോ ആഡ് ചെയ്യേണ്ടത് ആ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തി അതിനെ തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.